ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എങ്ങനെ ഭരിക്കണമെന്നാണ് ഈ പാർട്ട് 8 പറയുന്നത്. ഭരണഘടന ആർട്ടിക്കിൾ 239 മുതൽ 242 വരെയുള്ള ആ ഭാഗമാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ഒരാൾ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ച് ആ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യാം, അത് ഭരണം നിർവഹിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്താം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം പ്രസിഡന്റിനാണ്. അത് അദ്ദേഹത്തിന് 240 വകുപ്പ് പ്രകാരം അദ്ദേഹത്തിന് അനുവാദം നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഭരണഘടനാ ശില്പികളെ വരച്ച ചിത്രവും ഗുപ്ത കാലഘട്ടങ്ങളിലെ ചാർട്ടാണ്. ഈ രാമായണത്തിലെ ഹനുമാൻ മൃതസഞ്ജീവനി മരുന്ന് കൊണ്ടുവരുന്ന ദൃശ്യമാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ലക്ഷ്മണ യുദ്ധഭൂമിയിൽ അപകടകരമായ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അതിന് ചികിത്സിക്കാൻ വേണ്ടി മരുന്ന് വേണം. ആ മരുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ പോയി ഈ മരുന്ന് കൊണ്ടുവരുന്ന രംഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് സംയോജനത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സംയോജനം, അത് നമ്മുടെ ഭാരതത്തിലെ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സംയോജനം ഉണ്ടാവണം, അതിന് കേന്ദ്രത്തിന് സംയോജനം ഉണ്ടാവണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഗുപ്ത കാലഘട്ടം ഇന്ത്യൻ ഭരണത്തിലെ സുവർണ്ണ കാലഘട്ടം എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ രാമായണത്തിലെ പല കഥകളും ചിത്രങ്ങളും ആർട്ടും അതിന് വളരെ വ്യക്തമായിട്ടും അതിൻ്റെ ഭംഗി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. രാമായണ കഥകളുടെയും ഹനുമാൻ കഥകളുടെയും ഒക്കെ നിറഞ്ഞ സാന്നിധ്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യയിലെ സാംസ്കാരിക ഏകീകരണവും രാഷ്ട്രീയ ഐക്യവും നിലനിന്നിരുന്നത്. കല, ശാസ്ത്രം, ഭരണം ഇതൊക്കെ ഏകീകരിച്ച് സമന്വയിപ്പിച്ചൊരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം. കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഭരിക്കുമ്പോൾ ആ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഭരണാധികാരികൾക്ക്. അതായത് സമന്വയത്തിൻ്റെ ഭാഗമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ഈ ചിത്രം കൊണ്ട് ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശം ഭരിക്കുന്നത് ഒരു സമന്വയത്തിലൂടെ ആയിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.